മൈസെൽഫ് ഗിരീഷ്. ഞാൻ കോട്ടയം പൊൻകുന്നം ആണ് സ്വദേശം. ഞാനിവിടെ ഈ ട്രീറ്റ്മെൻറ്റിന് എത്തിയപ്പോൾ എനിക്ക് സെക്കൻഡ് ലൈൻ വരെ ഒരു കഷ്ടി, ഫസ്റ്റ് ലൈൻ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അത് സെക്കൻഡ് ലൈൻ തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ എൻ്റെ റൈറ്റ് കൈ കൊണ്ട് വായിച്ചുകൊണ്ടിരുന്നത്. കെറാറ്റോകോണസ് ആയിരുന്നു ഇഷ്യൂ. കെറാറ്റോകോണസ് ഞാൻ C3R ലാസിക്ക് 2009 ലാസിക്ക് ചെയ്തു, 2016 C3R ചെയ്തു. ലാസിക്കിന് മുമ്പ് -2.75 ആയിരുന്നു ലാസിക്കിന് മുമ്പ് പവർ. ലാസിക്കിന് ശേഷം ലെഫ്റ്റ് ഐ ഓൾമോസ്റ്റ് ക്ലിയർ ആയി, റൈറ്റ് ഐ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു -0.5 റേഞ്ച് പവർ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ആ വിഷൻ താഴേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്തു, വിഷൻ വളരെ ഡൗൺ ആകുന്നതായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് കെറാറ്റോകോണസ് ആണെന്ന് അറിഞ്ഞത്. പിന്നെ അത് C3R ചെയ്തു. ആക്ച്വലി C3R കൂടെ നമ്മൾ ചെയ്തപ്പോഴത്തേനും വിഷൻ ഒരു വളരെ ഡൗൺ ആവുകയാണ് ചെയ്തത്. ഒരു കണ്ണിന് C3R ചെയ്തുള്ളൂ, സെക്കൻഡ് കണ്ണിനും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല. വിഷൻ വളരെയധികം ഡൗൺ ആയിപ്പോയി. പിന്നെ ആയുർവേദിക് കോഴ്സുകൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇവിടെ ഇപ്പം സെക്കൻഡ് ടൈം ആണ് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത്. സുദർശനയിൽ എത്തിയത്. ഇവിടെ ഇപ്പം സെക്കൻഡ് ടൈമാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് വീണ്ടും എനിക്കിത് ചെയ്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിഷൻ ഇങ്ങനെ ഡൗൺ ആകുന്നതായിട്ടൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡ് ലൈൻ തന്നെ കഷ്ടിയാണ് വായിക്കാൻ പറ്റിയിരുന്നത്. ഇപ്പോൾ ഒരു ഫോർത്ത് ലൈൻ വരെ വായിക്കാൻ പറ്റുന്നുണ്ട്. താങ്ക്സ് ടു സുദർശന. അതുപോലെ എൻ്റെ മോനും സ്പെക്സ് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഗ്ലാസ് യൂസ് ചെയ്യാതെ വായിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. മയോപ്പിയ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ വളരെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ഹോപ്പ് ഒരു 1 more കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ 100% ക്ലിയർ ആവുമെന്നാണ് പ്രതീക്ഷ. വളരെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആണ്. നമുക്കൊരു വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ടുള്ളൊരു ഫീലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഈവൻ ക്യാൻറ്റീനിലാണെങ്കിലും ആൾക്കാർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. നമുക്ക് തന്നെ അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്, അവരിങ്ങനെ ഇത്രയും മെനക്കെടുന്നതെന്ന് നമുക്കും ചിലപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. ആ രീതിയിലാണ് എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുന്നത്. വളരെ സപ്പോർട്ടീവാണ് ആൾക്കാർ. ഒരു ഡോക്ടറും ഇവിടെ നാട്ടിൽ പോലും ഒന്ന് ഇറങ്ങി ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഡോക്ടറെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ കടയിൽ പോയാൽ പോലും ആൾക്കാർ ഈ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ക്ലിയർ ആക്കി തരുമെന്ന് പറയാറുണ്ട്. എന്തായാലും വന്നത് ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു.